നമസ്കാരം. മലയാളി വാർത്ത ഇൻഡപ്തിലേക്ക് സ്വാഗതം. രാജ്യത്തെ ഞെട്ടിച്ച ഭീകരാക്രമണത്തിനാണ് ചൊവ്വാഴ്ച ജമ്മു കാശ്മീരിലെ പഹൽഗ്രാം സാക്ഷ്യം വഹിച്ചത്. വിനോദസഞ്ചാരികളെ ലക്ഷ്യം വെച്ചാണ് ഭീകരർ ആക്രമണം നടത്തിയത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 26 പേരുടെ ജീവനാണ് ആക്രമണത്തിൽ പൊലിഞ്ഞത്. മരിച്ചവരിലേറെയും പുരുഷന്മാരാണെന്നാണ് ലഭിക്കുന്ന വിവരം. സംഭവസ്ഥലത്ത് വിലപിക്കുന്ന സ്ത്രീകളുടെയും കുട്ടികളുടെയും ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രചരിച്ചു കഴിഞ്ഞു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് രംഗത്ത് എത്തിയിരിക്കുകയാണ്. ഇന്ത്യ തിരയുന്ന ഭീകരൻ ഹാഫിസ് സയ്യിദിന്റെ അനുയായി സെയ്ദുള്ള ഖസൂരിയാണ് പഹൽഗാം ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനെന്നാണ് റിപ്പോർട്ട്. ഇയാളുടെ രേഖാചിത്രമടക്കം പുറത്തു വന്നിട്ടുണ്ട്. ഇന്ത്യക്കാരെ ശത്രുക്കളായി കാണുന്ന സംഘടനയാണ് ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് അഥവാ TRF എന്ന് അറിയപ്പെടുന്നത്. ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഇവർ കഴിഞ്ഞ ദിവസം തന്നെ ഏറ്റെടുത്തിരുന്നു. കശ്മീരികളല്ലാത്തവരെ ലക്ഷ്യം വെക്കുന്നതായാണ് ഭീകരർ പ്രസ്താവനയിൽ കൂടി വ്യക്തമാക്കുന്നത്. കശ്മീരിൽ 85,000-ലധികം താമസ സ്ഥലങ്ങൾ കശ്മീരികളല്ലാത്തവർക്ക് നൽകിയിട്ടുണ്ട്. ഇത് ഇന്ത്യൻ അധിനിവേശ ജമ്മു കാശ്മീരിൽ ജനസംഖ്യാപരമായ മാറ്റത്തിന് വഴിയൊരുക്കി. തദ്ദേശീയരല്ലാത്തവർ താമസസ്ഥലം കയ്യേറി ഭൂമിയുടെ ഉടമസ്ഥരാണ് എന്ന് നടിക്കുന്നു. ഇവർക്കെതിരെ ആക്രമണം അഴിച്ചുവിടും എന്ന മുന്നറിയിപ്പും ന്യായീകരണവുമാണ് ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പുറത്തിറക്കിയ പ്രസ്താവനയിൽ TRF പറയുന്നത്. ലഷ്കർ-ഇ-തൊയ്ബയുടെ നിഴൽ രൂപമാണ് ഈ TRF. 2019-ലാണ് TRF രൂപീകരിക്കുന്നത്. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിന് പിന്നാലെയാണ് TRF രൂപം കൊള്ളുന്നത്. 2023-ലാണ് കേന്ദ്ര സർക്കാർ TRF-നെ നിരോധിക്കുന്നത്. ഭീകരവാദ പ്രവർത്തനങ്ങൾക്കായി ഓൺലൈൻ വഴി യുവാക്കളെ റിക്രൂട്ട് ചെയ്യുക, ഭീകരവാദികളുടെ നുഴഞ്ഞുകയറ്റത്തിന് സൗകര്യമൊരുക്കുക, പാകിസ്ഥാനിൽ നിന്ന് ജമ്മു കാശ്മീരിലേക്ക് ആയുധങ്ങളും മയക്കുമരുന്നുകളും കടത്തുന്നതിനെ ഏകോപിപ്പിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളുടെ പേരിലാണ് കേന്ദ്രം സംഘടനയെ നിരോധിച്ചത്. ജമ്മു കാശ്മീരിൽ സാധാരണക്കാർക്കും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കുമെതിരെ TRF നിരവധി ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. രാജ്യം ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തിയ സജാൻ ഗുൽ ആണ് TRF തലവനായി മാറിയിരിക്കുന്നത്. പഹൽഗാമിലെ ആക്രമണത്തിന് നേതൃത്വം നൽകിയത് ലഷ്കർ കമാൻഡർ സെയ്ദുള്ള ഖസൂരിയാണെന്ന് വ്യക്തമാണ്. ലഷ്കർ-ഇ-തൊയ്ബ, ഹിസ്ബുള്ള മുജാഹിദീൻ അടക്കമുള്ള ഭീകര സംഘടനകൾക്കു വേണ്ടി പരിശീലനം നടത്തിയിട്ടുള്ള ആളുകൾ TRF-ന്റെ ആളുകൾക്കും വേണ്ടി പരിശീലനം നടത്തിയതായാണ് വിവരം. ഓൺലൈൻ റിക്രൂട്ട്മെന്റ് രീതിയാണ് TRF സ്വീകരിച്ചിരിക്കുന്നത്. പഹൽഗാമിലെ 28 പേരുടെ ജീവനെടുത്ത ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ ഖസൂരി എന്നറിയപ്പെടുന്ന സൈഫുള്ള ഖാലിദ് കൊടും ഭീകരൻ തന്നെയാണ്. പാകിസ്ഥാന്റെ പൂർണ്ണ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഖസൂരി പാക് സൈന്യത്തിന്റെ പ്രിയപ്പെട്ട സ്വത്ത് എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യക്കെതിരെ പാക് സൈനികരിൽ വികാരമുണ്ടാക്കുന്ന വിദ്വേഷ പ്രസംഗങ്ങളാണ് ഖസൂരിയുടെ ഹൈലൈറ്റ്. പാക് സൈന്യത്തിന്റെ കമാൻഡർമാർ പലപ്പോഴും ഖസൂരിയെ ഇതിനായി ഉപയോഗിക്കാറുണ്ട്. ലഷ്കർ-ഇ-തൊയ്ബയുടെ ഡെപ്യൂട്ടി ചീഫാണ് ഖസൂരി. പാക് രഹസ്യാന്വേഷണ ഏജൻസിയായ ISIയുടെ അടുത്ത സുഹൃത്തു കൂടിയാണ് ഖസൂരി. ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം കശ്മീർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഭീകര സംഘടന ഏറ്റെടുത്തു കഴിയുമ്പോൾ സത്യത്തിൽ ഇവയെ പൂർണ്ണമായി ഉന്മൂലനം ചെയ്യാനുള്ള നീക്കങ്ങൾ ഇന്ത്യ കണ്ടു തുടങ്ങിയിരിക്കുകയാണ്. അതിനിടെ ജമ്മു കാശ്മീരിൽ പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരരുടെ രേഖാചിത്രം പുറത്തുവിട്ടിട്ടുണ്ട്. 3 ഭീകരരുടെ ചിത്രമാണ് സുരക്ഷാ സേന പുറത്തുവിട്ടത്. സമീപകാലത്ത് രാജ്യം കണ്ട ഏറ്റവും വലിയ ഭീകരാക്രമണത്തിൽ ഒരു മലയാളിയും 2 വിദേശികളും അടക്കം 34 വിനോദസഞ്ചാരികളാണ് കൊല്ലപ്പെട്ടത്. സൈനിക വേഷത്തിലെത്തിയ ഭീകരർ വിനോദസഞ്ചാരികളെ തിരഞ്ഞുപിടിച്ച് വെടിവെച്ച് വീഴ്ത്തുകയാണ് ചെയ്തത്. ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഈ പാക് ഭീകര സംഘടന ലഷ്കർ-ഇ-തൊയ്ബയുമായി ബന്ധമുള്ള ഈ റെസിസ്റ്റൻസ് ഫ്രണ്ട് ഏറ്റെടുക്കുമ്പോൾ അത് കൃത്യമായ പ്ലാനിങ്ങോടുകൂടി നടത്തിയ ഭീകരവാദം തന്നെയെന്ന് വ്യക്തമാവുകയാണ്. ഖസൂരിയുടെ അടുത്ത അനുയായികളാണ് ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്തത്. യുവാക്കളെ ഭീകരവാദത്തിലേക്ക് ആകർഷിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട് ഖസൂരി. 2 മാസം മുൻപ് പാകിസ്ഥാൻ സൈന്യത്തിന്റെ ക്ഷണമനുസരിച്ച് പാക് പഞ്ചാബിലെ കഗൺപൂരിൽ ഖസൂരി സൈനികരെ അഭിസംബോധന ചെയ്തിരുന്നു. പാക് സൈന്യത്തിലെ കേണൽ സാഹിദ് സരീൻ ഖഡിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ഇത്. അന്ന് ഖസൂരിയെ പൂക്കൾ വർഷിച്ചാണ് സൈന്യം സ്വീകരിച്ചത്. ഇന്ത്യൻ സൈനികരെ കൊന്നാൽ ദൈവത്തിൽ നിന്ന് പ്രതിഫലം കിട്ടുമെന്നടക്കമുള്ള വിദ്വേഷ പരാമർശങ്ങൾ ഇയാളുടെ പ്രസംഗത്തിൽ ഉണ്ടായിരുന്നു. ഫെബ്രുവരി 2-ന് ഖൈബർ പ്രഗുൽഗ്വായിൽ നടത്തിയ പ്രസംഗത്തിലും ഇന്ത്യക്കെതിരെ ആക്രമണത്തിന് ഖസൂരി ആഹ്വാനം നൽകിയിരുന്നു. 2026 ഫെബ്രുവരിക്ക് മുൻപ് കശ്മീർ പിടിച്ചെടുക്കാൻ ആവുന്നതെല്ലാം ചെയ്യുമെന്നും വരും ദിവസങ്ങളിൽ ആക്രമണം ശക്തമാക്കുമെന്നായിരുന്നു വെല്ലുവിളി. ഇതിന്റെ തുടർച്ചയായിരുന്നു പഹൽഗാമിലെ ആക്രമണം. അബാട്ട്ബാദിലെ വനാന്തരങ്ങളിൽ കഴിഞ്ഞ വർഷം നടന്ന ഭീകര ക്യാമ്പിൽ 100 കണക്കിന് പാക് യുവാക്കൾ പരിശീലനം നേടിയിരുന്നു. ഖസൂരിയും പങ്കെടുത്തിരുന്നു. ഈ ക്യാമ്പിൽ നിന്നാണ് യുവാക്കളെ ഭീകര പ്രവർത്തനങ്ങൾക്കായി ഖസൂരി തെരഞ്ഞെടുത്തത് എന്നും പിന്നീട് ഇരകളാക്കിയതെന്നും പറയപ്പെടുന്നുണ്ട്.
ലഷ്കർ-ഇ-തോയ്ബയുടെ രാഷ്ട്രീയ ശാഖയായ പാകിസ്ഥാൻ മാർക്സിസ്റ്റ് മുസ്ലിം ലീഗ് PMML അതുപോലെ തന്നെ SML എന്നീ സംഘടനയുടെ മറവിലായിരുന്നു ഭീകര പരിശീലനം. പാക് സെക്കൻട്രൽ പഞ്ചാബ് പ്രവിശ്യയിൽ ലഷ്കർ-ഇ-തോയ്ബയുടെ മറ്റൊരു രൂപമായ ജമാഅത്ത് ഉദ്ദവയുടെ അതായത് JUDയുടെ കോർഡിനേഷൻ കമ്മിറ്റിയിലും കസൂരി ഉണ്ടായിരുന്നു. JUDയെ 2016 US ഭീകരവാദ പട്ടികയിലും 2009 UN ഉപരോധ പട്ടികയിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ TRF എന്ന സംഘടനയുടെ മറവിൽ പാക് ഭരണ സംഘടനയായ ലഷ്കർ-ഇ-തോയ്ബയും ISIയും ചേർന്നാണ് ആക്രമണം നടത്തിയത് എന്നും സ്ഥിരീകരിച്ചു. ISI പിന്തുണച്ചു, ലഷ്കർ ആസൂത്രണം ചെയ്തു, TRF നടപ്പാക്കിയെന്നാണ് രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. ലഷ്കർ ഡെപ്യൂട്ടി കമാൻഡറായ ഖസൂരി എന്നറിയപ്പെടുന്ന സെയ്ഫുള്ള ഖാലിദ് തന്നെയാണ് ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനെന്ന് ഉറപ്പായിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഖസൂരിയെ ലക്ഷ്യമിട്ടുള്ള പ്രത്യാക്രമണം ഇന്ത്യൻ പട്ടാളം നടത്തുമെന്ന് ഉറപ്പാണ്. പഹൽഗാമിൽ ആക്രമണം നടത്തിയതിന് 3 പാക് ഭീകരരാണെന്ന റിപ്പോർട്ടുണ്ട്. നാട്ടുകാരന്റെ സഹായവും ഇവർക്ക് ലഭിച്ചതായി കണ്ടെത്തി. ഭീകരർ ഒന്നിലധികം ബൈക്കുകൾ ഉപയോഗിച്ചു. നമ്പർ പ്ലേറ്റ് ഇല്ലാതെ ഒരു ബൈക്ക് കണ്ടെത്തിയിട്ടുണ്ട്. 2 സംഘമായി തിരിഞ്ഞ് AK-47 ഉപയോഗിച്ചാണ് വെടിയുതിർത്തിരിക്കുന്നത്. ദക്ഷിണ കശ്മീരിൽ മിനി സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന പഹൽഗാമിലെ ബൈസലൻ താഴ്വരയിലാണ് രാജ്യത്ത് നടുക്കിയ ആക്രമണം ഉണ്ടായത്. സൈനിക വേഷത്തിലെത്തിയ ഭീകരർ ഉച്ചകഴിഞ്ഞ് 3-ന് സഞ്ചാരികൾക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. പുരുഷന്മാരെ തെരഞ്ഞുപിടിച്ചായിരുന്നു ആക്രമണം. 2019 ഫെബ്രുവരി 14-ന് ജമ്മു കാശ്മീരിലെ പുൽവാമയിൽ CRPF സൈനിക വാഹന വ്യൂഹത്തിന് നേരെ ഉണ്ടായ ഭീകരാക്രമണത്തിന് ശേഷമുണ്ടാകുന്ന ഏറ്റവും വലിയ ഭീകരാക്രമണമാണ് ചൊവ്വാഴ്ച പഹൽഗാമിൽ ഉണ്ടായത്. പുൽവാമയിലെ അവാന്തിപുർ അടക്കമുള്ള ലത്തോപിരയിൽ അന്ന് സൈനിക വാഹന വ്യൂഹത്തിന് നേരെ സ്ഫോടക വസ്തു നിറച്ച കാർ ഇടിച്ചു കയറ്റിയിരുന്നു. 40 സൈനികരാണ് കൊല്ലപ്പെട്ടത്. ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിമാനമിറങ്ങിയതോടുകൂടി ജമ്മു കാശ്മീരിലെ സുരക്ഷാ നീക്കങ്ങൾ അതിവേഗം ശക്തമാവുകയാണ് ചെയ്തത്. ബാരമുല്ലയിലെ ഉറി സെക്ടറിൽ നുഴഞ്ഞുകയറ്റ ശ്രമം തടയുകയും 2 തീവ്രവാദികളെ വധിക്കുകയും ചെയ്തതിന് പിന്നാലെ ഇന്ത്യ ശക്തമായ സൈനിക പ്രതികരണത്തിലേക്ക് നീങ്ങുകയായിരുന്നു. ജമ്മു കാശ്മീരിലെ ബാരമുള്ള ജില്ലയിലെ നിയന്ത്രണ രേഖയിൽ നുഴഞ്ഞുകയറ്റ ശ്രമം നടത്തിയ 2 തീവ്രവാദികളെയാണ് സൈന്യം വധിച്ചത്. ബുധനാഴ്ച രാവിലെയോടെയായിരുന്നു സംഭവം. 3 തീവ്രവാദികൾ വടക്കൻ കശ്മീരിലെ ബാരമുള്ളയിലെ ഉറി സെക്ടറിൽ നുഴഞ്ഞുകയറ്റം നടത്തിയതായും ഇതിൽ 2 തീവ്രവാദികളെ വധിച്ചതായും സൈന്യം അറിയിച്ചു. ഭീകരിൽ നിന്ന് ആയുധങ്ങളും വെടിക്കോപ്പുകളും പിടിച്ചെടുത്തിട്ടുണ്ട്. പാകിസ്ഥാനിൽ തീവ്രവാദ പരിശീലന കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള ഷെല്ലാക്രമണങ്ങൾ തുടങ്ങുകയും അധിനിവേശ കശ്മീരിലെ ചില ഗ്രാമങ്ങളിൽ നിന്ന് പാകിസ്ഥാൻ ജനങ്ങളെ മാറ്റി തുടങ്ങുകയും ചെയ്തതോടുകൂടി അടുത്തുള്ള ദിവസങ്ങളിൽ ഒരു വമ്പൻ സംഘർഷത്തിൽ വാതിൽ തുറക്കപ്പെടും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇന്ത്യൻ സർജിക്കൽ സ്ട്രൈക്ക് പ്രതീക്ഷയിൽ ഭയന്ന് ഇസ്ലാമാബാദ് ഒരുങ്ങുകയാണ്. പവൽഗ്രാമിൽ നടന്ന രൂക്ഷമായ ഭീകരാക്രമണത്തിന് പിന്നാലെയാണ് ഈ ഇന്ത്യൻ സൈന്യത്തിന്റെ തിരിച്ചടി. അതിൽ 26 പേർ ജീവൻ നഷ്ടപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. കൊല്ലപ്പെട്ടവരിൽ നാവികസേനാംഗങ്ങളും ഇന്റലിജൻസ് ബ്യൂറോയിലെയും ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നുവെന്ന് രാജ്യത്തെ സുരക്ഷാ സംവിധാനത്തിന് വലിയ അടിയന്തരാവസ്ഥ സൂചിപ്പിച്ചിരിക്കുകയാണ് എന്ന് സംശയമില്ല. ഉറിയിലുണ്ടായ ഈ സൈനിക പ്രതികരണം ഭീകര ശക്തികളോട് നിർഭയമായ പ്രതികരണമാണ് കാണുന്നത്. സുരക്ഷാ സംവിധാനങ്ങൾ ജാഗ്രതയോടെ മുന്നേറ്റം തുടരുകയാണ് ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചു കഴിഞ്ഞു.